സാമ്പാർ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരട്ടെ. അപ്പോൾ തുടങ്ങിയാലോ. കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിടാം. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങക്കായ, ഉള്ളി, പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കും. ഇനി നമുക്ക് തേങ്ങ വറക്കാം. ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തിടാം. ഈ സ്പൈസസ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ലൈറ്റ് ബ്രൗൺ നിറമാവുന്നതിന് നന്നായിട്ടൊന്ന് വറുത്ത് കോരുക. ഇത് കരിഞ്ഞു പോയാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെണ്ടയും വഴുതനയും കൂടി ഒരു മുക്കാൽ ആവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ച കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ അരച്ച തേങ്ങയും അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചതും കൂടി ചേർത്ത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. അതിലേക്ക് സാമ്പാർ പൊടി ചേർക്കുക, ഉപ്പ് ചേർക്കുക, അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർക്കുക. ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി വറുത്ത് കോരി ഒഴിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന സാമ്പാറാണേ.